ഹായ്, മാറ്റ്സുവോ ബാഷോയുടെ വളരെ പ്രസിദ്ധമായ രണ്ട് ഹൈക്കു കവിതകൾ ഇൻ കിയോട്ടോ ആൻഡ് ദി ഓൾഡ് പോണ്ട്. ഫ്രണ്ട്സ്, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി എസ്സേ. ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. കോമെന്റ് ഓൺ ബാഷോസ് കോൺട്രിബ്യൂഷൻ ടു വേൾഡ് പോയിട്രി. ലോക കവിതയ്ക്ക് ബാഷോ എന്ന ജാപ്പനീസ് കവിയുടെ സംഭാവന, ഇതിനെപ്പറ്റി ചെറുതായൊരു വിവരണം നൽകാമോ? ഇതാണ് ചോദ്യം. Now friends, take a look at the answer. Here is paragraph number 1. Haiku, a form of Japanese poetry, has earned universal recognition as one of the most renowned and widely used Japanese literary forms. ഹൈക്കു എന്നത് ഒരു ജാപ്പനീസ് കവിതാ രീതിയാണ്. ഏറ്റവും പ്രസിദ്ധമായതും ഇന്ന് പരക്കെ ഉപയോഗിക്കപ്പെടുന്നതുമായ ജാപ്പനീസ് സാഹിത്യ രീതി എന്ന നിലയ്ക്ക് ഹൈക്കുവിന് ലോകമെമ്പാടും അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് ഈസ്തറ്റിക് ക്രിയേറ്റിവിറ്റി. ലാളിത്യം, സൗന്ദര്യം, സർഗാത്മകത എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് ഈ ഹൈക്കു. A haiku consists of just 17 syllables arranged in 3 lines, each with a specified number of syllables, 5, 7, 5. 3 കുഞ്ഞു വരികൾ, അത് വെറും 17 സിലബിളുകൾ മാത്രം. ഒന്നാമത്തെ വരിയിൽ 5, രണ്ടാമത്തെ വരിയിൽ 7, മൂന്നാമത്തേതിലോ വീണ്ടും 5. അങ്ങനെ ആകെ 17 സിലബിൾസ്, 17 മാത്രകൾ മാത്രം. ഇതാണ് ഹൈക്കുവിന്റെ ഘടന. Though the form began as a form of entertainment, haiku has undergone a transformative evolution, reaching the zenith of artistic expression and aesthetic creativity. ഈ ഹൈക്കു രൂപം തുടങ്ങിയത് ഒരു വിനോദത്തിനുള്ള ഉപാധി എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇന്ന് അത് ഒത്തിരി മാറിയിരിക്കുന്നു. അങ്ങനെ കലാസാഹിത്യ ആവിഷ്കാരത്തിന്റെയും സൗന്ദര്യശാസ്ത്രവും സർഗാത്മക സൃഷ്ടിയുടെയും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സാഹിത്യ രൂപമായി മാറിയിരിക്കുന്നു ഇന്ന് ഹൈക്കു. Well, this is paragraph number 1. Now take a look at paragraph number 2. The most prominent name associated with haiku is that of Matsuo Basho. ഹൈക്കുവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ പേര് മാറ്റ്സുവോ ബാഷോയുടേതാണ്. ഹിസ് ലെഗസി റിമെയിൻസ് ഡീപ്ലി എൻഷ്രൈൻഡ് ഇൻ ദി ആനൽസ് ഓഫ് ജാപ്പനീസ് ലിറ്ററേച്ചർ. ജാപ്പനീസ് സാഹിത്യ ചരിത്രത്തിന്റെ താളുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പൈതൃകം. ബാഷോ is widely regarded as the most famous poet of the Edo period in Japan. ജപ്പാന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 1603 മുതൽ 1868 വരെയുള്ള ഒരു കാലഘട്ടം, ഏതോ പീരിയഡ് എന്നറിയപ്പെടുന്ന കാലം. He is best known for his haiku poetry and is considered as the father of the haiku. ബാഷോ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഹൈക്കു പോയിട്രിയുടെ പേരിലാണ്. ഹൈക്കുവിന്റെ പിതാവായിട്ടാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം. എ മാസ്റ്റർ ഓഫ് ദ 17 syllable form, he composed numerous poems that captured the beauty of nature and the world around him. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയുടെയും ലോകത്തിന്റെയും സൗന്ദര്യം മുഴുവൻ ആവാഹിച്ച് തന്റെ ഹൈക്കു കവിതകളിൽ പകർത്തി ഈ മഹാൻ. Well, this is paragraph number 2. Now friends, take a look at paragraph number 3. Basho's work is highly regarded for its depth and simplicity. കവിതകളുടെ ആഴവും ലാളിത്യവുമാണ് ബാഷോയുടെ കവിതകളെ മഹത്തരമാക്കുന്നത്. He often used simple language to evoke powerful emotions and images, a style that has influenced countless poets since his time. അതിശക്തമായ വികാരങ്ങളും വാങ്മയ ചിത്രങ്ങളും ആവിഷ്കരിക്കാൻ വളരെ ലളിതമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ബാഷോ കവിതകളുടെ ഈ രീതിയാണ് ധാരാളം മഹാന്മാരായ കവികളെ സ്വാധീനിച്ചത്. Many of his poems reflect
ദ ഫിലോസഫി ഓഫ് സെൻ ബുദ്ധിസം. അദ്ദേഹത്തിന്റെ മിക്ക കവിതകളിലും സെൻ ബുദ്ധിസത്തിന്റെ ഫിലോസഫി പ്രതിഫലിച്ച് കാണാം. They emphasize the importance of living in the present moment and appreciating the beauty of the natural world. വർത്തമാന കാലത്തിൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിനാണ് ഈ കവിതകൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആസ്വാദനവും. ഹിസ് ഇൻഫ്ലുവൻസ് ഓൺ ജാപ്പനീസ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈസ് ഇമ്മെഷറബിൾ. ജാപ്പനീസ് സാഹിത്യത്തിലും സംസ്കാരത്തിലും ഉള്ള ബാഷോയുടെ സ്വാധീനം അളവറ്റതാണ്, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. Well, friends, this is paragraph number 3. Now take a look at paragraph number 4, the last paragraph. Basho's poems and prose have been studied and admired for centuries. ബാഷോയുടെ കവിതകളും മറ്റ് സൃഷ്ടികളും നൂറ്റാണ്ടുകളായി ആളുകൾ വായിക്കുകയും പഠിക്കുകയും ആസ്വദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. Basho's work has been translated into numerous languages. ഒട്ടനവധി ഭാഷകളിലേക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. His legacy continues to inspire poets and writers around the world. ലോകമെമ്പാടുമുള്ള കവികൾക്കും എഴുത്തുകാർക്കും അദ്ദേഹത്തിന്റെ പൈതൃകം ഇന്നും വലിയ പ്രചോദനം നൽകുന്നുണ്ട്. His haiku in particular has been a source of inspiration for poets and writers in many cultures. വിവിധ സംസ്കാരങ്ങളിലുള്ള ഈ എഴുത്തുകാരെ പ്രത്യേകിച്ചും സ്വാധീനിച്ചിട്ടുള്ളതും അവർക്ക് പ്രചോദനം കൊടുത്തിട്ടുള്ളതും മാറ്റ്സുവോ ബാഷോ എന്ന കവിയുടെ അരച്ച് കലക്കി കുറുക്കി വച്ചിരിക്കുന്ന ഹൈക്കു കവിതകളാണ്. Well, friends, this is the answer to the essay question. Thank you for watching. See you soon. Bye-bye.